ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് കുറച്ച് പ്രൊഡക്റ്റീവായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. അതോടൊപ്പം എനിക്ക് കുറച്ചും കൂടെ സ്കൂൾ തുറക്കാൻ പോകുന്ന കാരണം കൊണ്ട് ബുക്ക് കവറിങ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോവുക. ഇതിൽ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെക്കേഷന് മുന്നേ എന്തെങ്കിലും വർക്കൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുറച്ചും കൂടെ എനിക്ക് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എന്താ പറയുക, ഹെഡിങ്ങുകൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ ഇതിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 റെക്കോർഡാണ് തന്നിട്ടുണ്ടായിരുന്നത്: കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ഇതുപോലെ ഫിഗറുകളുടെ അടിയിൽ അതിൻ്റെ നെയിം എഴുതുന്ന ഇതൊന്നും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ പിന്നെ ആവാമെന്ന് വെച്ചിട്ട് വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കെമിസ്ട്രി കുറച്ച് എഴുതാൻ തന്ന കാരണം പെട്ടെന്ന് തന്നെ അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചു. വെള്ളയപ്പം, ഒരു കറി ഉണ്ടായിരുന്നു, മുട്ടക്കറിയായിരുന്നു. ഞാൻ മുട്ട എടുത്തില്ല. അത് പെട്ടെന്ന് തന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പോയി കൈ കഴുകി. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തെ പ്രകൃതി ആസ്വദിക്കാൻ പോയി. കാരണം 3-4 ബുക്ക്സ് ഞാനിവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതെ, 3-4 ബുക്ക് 6 ബുക്കാന്ന് തോന്നുന്നുണ്ട് കവർ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. എനിക്ക് ടെക്സ്റ്റ് മാത്രമേ കവർ ചെയ്യാനുള്ളൂ. പിന്നെ ഇതുമ്പോൾ നെയിം സ്ലിപ്പ് ഒട്ടിക്കാനുണ്ട്. അത്രയും പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ക്ലീനിങ്ങിലോട്ട് പോവാം. അങ്ങനെ ഞാൻ ബുക്ക് കവർ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ എടുത്തുട്ടോ. ഫസ്റ്റ് തന്നെ സ്റ്റാപ്ലറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റാപ്ലറും എടുത്തിട്ടുണ്ടായിരുന്നു. 2 സ്റ്റാപ്ലർ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചെറുതിൻ്റെ ആ മറ്റേ പിൻ മാത്രമേ ഉള്ളൂ, വലുതിൻ്റെ ഇല്ല. അപ്പോൾ അത്യാവശ്യം ബുക്ക് പൊതിയാനുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ ബുക്ക് പൊതിയാണ്. ഇതിപ്പോൾ ബോട്ടണി ടെക്സ്റ്റാണ്, പഴയ ടെക്സ്റ്റായിരുന്നു. ഇനി 2 ടെക്സ്റ്റും കൂടി എനിക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതിന് കിട്ടിയിട്ട് വേണം കവർ ചെയ്യാനായിട്ട്. അപ്പോൾ ഉള്ളത് ഞാൻ കവർ ചെയ്തെടുക്കുകയാണ്. നോട്ട്ബുക്ക്സ് ഞാൻ മുന്നേ തന്നെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇനി അവസാനത്തേക്ക് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് മാത്രം ബോട്ടണിയും സുവോളജിയാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ കവർ ചെയ്യാതിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് 2 കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ബോട്ടണി കുറച്ച് പഴയ ബുക്കായ കാരണം ഇങ്ങനെ ചുളിച്ചിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ നെയിം സ്ലിപ്പ് ഒട്ടിക്കുകയായിരുന്നു. നെയിം സ്ലിപ്പ് പിന്നെ പറയണ്ടല്ലോ, ഡോറിമോൻ്റെ +2-ലായി. പക്ഷേ എന്നാലും എനിക്ക് ഡോറിമോൻ്റെ ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാനത് ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ എൻ്റെ പേരും കൂടെ എഴുതണം കേട്ടോ. നോട്ട്ബുക്സിന് ഞാൻ ഒരെണ്ണത്തിന് മാത്രം മുന്നേ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഭംഗിയുണ്ടോ നോക്കാനായിട്ട്. പിന്നെ ബാക്കിയുള്ളതിനും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കും. വെക്കേഷന് പെന്ന് പിടിച്ചിട്ടേ അത് കുറേ നാളായ കാരണം ആദ്യമായിട്ട് പെൻ പിടിച്ചപ്പോൾ എൻ്റെ തെറ്റി. പിന്നെ ഞാൻ വീണ്ടും അതിൻ്റെ മേലെ തന്നെ നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഞാൻ 5 ബുക്കിലാണ്, നോട്ട്ബുക്കിലാണ് എൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ഒരെണ്ണത്തിൽ എനിക്ക് സുവോളജിക്കും ബോട്ടണിക്കും കൂടിയിട്ട് ഒരു ബുക്ക് എടുക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ ഇതാണ് ചെയ്തത്. ഇത് ഞാൻ എഴുതുന്നതൊന്നും കാണിച്ചിട്ടില്ല, കാരണം എനിക്ക് കൈവറ കാരണം മര്യാദയ്ക്ക് ക്യാമറ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, കാരണം പെട്ടെന്ന് സബ്ജക്ട് ടീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബുക്ക് എടുക്കാൻ പറ്റും. കാരണം അതിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെയിം സ്ലിപ്പൊക്കെ നോക്കിയിട്ട് വേണം ബുക്ക് കറക്റ്റ് കണ്ടുപിടിക്കാനായിട്ട്. അത് 2-3 വട്ടം ബുക്ക് എടുത്തിട്ട് വേണം. അപ്പോൾ ഇതാകുമ്പോൾ ഒരു നല്ലൊരു ഐഡിയ ആണ്. ഇത് ഞാൻ ഈ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഏത് മാർക്കർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു മാർക്കർ, തിൻ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലീനിങ് കൂടെ ചെയ്യുന്നു, പക്ഷേ എനിക്ക് അതിന് സമയം കിട്ടിയില്ല കേട്ടോ. വേറൊന്നല്ല, വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസങ്ങളായ കാരണമാണ് ഈ ഒരു മടി ഉണ്ടായിരുന്നത്. അതെന്തായാലും ഞാൻ അടുത്ത ദിവസം പെട്ടെന്ന് തന്നെ ചെയ്യും, കാരണം ഇനിയിപ്പോൾ ഒട്ടും ദിവസമില്ല, നാളെ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് കോട്ട്സ് ഞാൻ ജസ്റ്റ് പിൻട്രസ്റ്റിൽ പോയി നോക്കുന്നതാണ്. ഞാൻ A4 ഷീറ്റിൽ ഇങ്ങനെ കാർഡ് സൈസിൽ വെട്ടിയിട്ട് അതിനകത്ത് ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ മോട്ടിവേഷണൽ കോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നോക്കുകയാണ് എന്തൊക്കെ എഴുതണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരെണ്ണം മാത്രമേ എഴുതിയുള്ളൂ. ബാക്കി എനിക്ക് ആ കാർഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും നാളെ സ്റ്റിക്കി നോട്ട്സിലോ അങ്ങനെ എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ ക്ലീനിങ് എന്നുള്ള പരിപാടി നടന്നില്ല, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഏകദേശം സ്കൂൾ പ്രിപ്പറേഷൻസ് എൻ്റെ ഇതൊക്കെ തന്നെയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.